നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. സ്പീക്ക് ടു ഇൻസ്പയർ വോളിയം 4ലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ യാത്രയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് വെറും വിജയ കഥകളല്ല, റിയൽ സ്റ്റോറീസ്, റിയൽ സക്സസ്, റിയൽ ഇൻസ്പിറേഷൻ. അതായത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച കഥകൾ, പരാജയങ്ങൾ, നിരസിക്കലുകൾ, പോരാട്ടങ്ങൾ, തീരുമാനങ്ങൾ, അവസാനം വിജയം. ഇന്നത്തെ കഥ നമ്മളിൽ പലരും ദിവസവും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പിന്നിലുള്ള മനുഷ്യന്റെ കഥയാണ്, ക്യാൻവ. പക്ഷെ ക്യാൻവ എങ്ങനെ ഉണ്ടായി? അതിനു പിന്നിൽ ആരാണ്? ഒരു യുവതിക്ക് എന്തുകൊണ്ടാണ് 100 തവണ നോ കേൾക്കേണ്ടി വന്നത്? അതാണ് ഇന്നത്തെ കഥ. പ്രശ്നം അവൾ കണ്ടത് ഒരു ക്ലാസ് മുറിയിൽ. ഓസ്ട്രേലിയയിലെ പെർത്ത്. മെലാനി പെർക്കിൻസ് അന്ന് വളരെ ചെറുപ്പമായിരുന്നു. അവൾ വിദ്യാർത്ഥികളെ ഡിസൈൻ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുകയായിരുന്നു. ഫോട്ടോഷോപ്പ്, ഇൻ ഡിസൈൻ, ഇത്തരം പ്രൊഫഷണൽ ഡിസൈൻ പ്രോഗ്രാംസ്. പക്ഷെ അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചു: ഒരു നല്ല ഡിസൈൻ ഉണ്ടാക്കാൻ ആദ്യം സോഫ്റ്റ്വെയർ തന്നെ പഠിക്കണം. പല വിദ്യാർത്ഥികൾക്കും ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നതിനേക്കാൾ സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാനായിരുന്നു കൂടുതൽ സമയം വേണ്ടി വന്നത്. അപ്പോൾ മെലാനി ഒരു ചോദ്യം ചോദിച്ചു: ഡിസൈൻ ചെയ്യുന്നത് ഇത്ര ബുദ്ധിമുട്ടായിരിക്കണമോ? അവളുടെ മനസ്സിൽ ഒരു ആശയം രൂപപ്പെട്ടു. ഡിസൈൻ പ്രൊഫഷണൽസ് മാത്രം വേണ്ട ഒന്നല്ല, ആർക്കും എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാൻ കഴിയണം. അവിടെ നിന്നാണ് ഒരു വലിയ സ്വപ്നത്തിന്റെ തുടക്കം. ആദ്യം ക്യാൻവ ആയിരുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളെ, ഒരു വലിയ ആശയമുണ്ടായതുകൊണ്ട് മാത്രം ഒരു വലിയ കമ്പനി ഉണ്ടാകില്ല. മെലാനിയും ക്ലിഫ് ഒബച്തും ആദ്യം ഫ്യൂഷൻ ബുക്ക് എന്ന ഇയർ ബുക്ക് ഡിസൈൻ ബിസിനസ് ആരംഭിച്ചു. അതൊരു ചെറിയ തുടക്കമായിരുന്നു. വലിയ സിലിക്കൺ വാലി, ഓഫീസ് ഇല്ല, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു: ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ആഗ്രഹം. അവരുടെ ചെറിയ അനുഭവം പിന്നീട് ക്യാൻവ എന്ന വലിയ ആശയത്തിലേക്ക് വഴി തുറന്നു. പിന്നെ തുടങ്ങി നോകളുടെ കാലം. ഇവിടെയാണ് കഥ കൂടുതൽ രസകരമാകുന്നത്. ക്യാൻവയുടെ വലിയ സ്വപ്നവുമായി അവർ ഇൻവെസ്റ്റേഴ്സിനെ സമീപിച്ചു. പക്ഷെ ഒരാളുടെ മറുപടി നോ, അടുത്തയാൾ നോ, വീണ്ടും നോ, വീണ്ടും നോ. 100-ലധികം ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് റിജക്ഷൻ ലഭിച്ചുവെന്ന് മെലാനി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു മാർക്കറ്റ് മതിയായ വലുതല്ല. ചിലർക്ക് ഇത് വിജയിക്കുമെന്ന് വിശ്വാസമില്ല. ചിലർക്ക് അവർ ആസ്ട്രേലിയയിൽ നിന്നാണ് എന്നതുപോലും ഒരു പ്രശ്നമായിരുന്നു. മെലാനി പിന്നീട് പറഞ്ഞ പോലെ ഓരോ റിജക്ഷനും വേദനിപ്പിച്ചിരുന്നു. പക്ഷെ അവർ ഓരോ നോയെയും ഒരു പുതിയ ഫീഡ്ബാക്കായി കാണാൻ തുടങ്ങി. ഒരു ഇൻവെസ്റ്റർ ചോദിച്ചാൽ മാർക്കറ്റ് എത്ര വലുതാണ്? അവൾ അടുത്ത പിച്ചിൽ അതിന് കൂടുതൽ ശക്തമായ മറുപടി തയ്യാറാക്കി. ഒരു ഇൻവെസ്റ്റർ മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ അവൾ പ്രസന്റേഷൻ മെച്ചപ്പെടുത്തി. നോ മാറിയില്ല. പക്ഷെ ഓരോ നോയ്ക്ക് ശേഷവും മെലാനി കൂടുതൽ തയ്യാറായി. ഒരു യെസ് എല്ലാം മാറ്റി. ഒടുവിൽ ഒരു വാതിൽ തുറന്നു. അത് ബിൽ ടായ് എന്ന ഇൻവെസ്റ്ററുമായുള്ള ബന്ധത്തിലേക്കായിരുന്നു. അവിടെ നിന്ന് കാര്യങ്ങൾ മാറിത്തുടങ്ങി. പിന്നീട് ടെക്നിക്കൽ കോർഡിനേറ്ററായി കാമറൂൺ ആഡംസ് ടീമിനൊപ്പം ചേർന്നു. ക്യാൻവയുടെ യാത്ര മുന്നോട്ട് പോയി. 2013 ക്യാൻവ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ ഒരു ചെറിയ ആശയം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഡിസൈൻ എളുപ്പമാക്കുന്ന വലിയ പ്ലാറ്റ്ഫോമായി വളർന്നു. 2014 അവസാനം തന്നെ ക്യാൻവ ഉപയോഗിക്കുന്നവർ 1,00,000 എത്തിയതായി ക്യാൻവയുടെ ഔദ്യോഗിക ടൈം ലൈൻ പറയുന്നു. ക്യാൻവ ഇന്ന് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴും, യൂട്യൂബ് തംബ്നെയിൽ ഉണ്ടാക്കുമ്പോഴും, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും, പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോഴും ക്യാൻവ എന്ന പേര് പലർക്കും പരിചിതമാണ്. പക്ഷെ ആ വിജയത്തിന് പിന്നിൽ 100-ലധികം നോകളുടെ ശബ്ദമുണ്ടായിരുന്നു. വിജയത്തിന്റെ 5 പാഠങ്ങൾ. 1. പ്രശ്നം കാണാൻ പഠിക്കുക.
മെലാനി ആദ്യം കണ്ടത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ല, ഒരു പ്രശ്നം മറ്റുള്ളവർക്ക് ഡിസൈൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അവൾ ചോദിച്ചു, ഇതെങ്ങനെ എളുപ്പമാക്കാം? 2. നോ കേട്ടാൽ സ്വപ്നം ഉപേക്ഷിക്കരുത്. ഒരു റിജക്ഷൻ നിങ്ങളുടെ കഴിവിൻ്റെ അവസാന വിധിയല്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രസന്റേഷൻ മെച്ചപ്പെടുത്താനുള്ള ഒരു സൂചന മാത്രമാണ്. 3. ആശയം മാത്രം പോരാ, അതിനെ മെച്ചപ്പെടുത്തണം. ഓരോ റിജക്ഷനിൽ നിന്നും അവൾ പഠിച്ചു, പിച്ച് മെച്ചപ്പെടുത്തി, വിഷൻ കൂടുതൽ വ്യക്തമായി. പെർസിസ്റ്റൻസ് മാത്രമല്ല, ഇംപ്രൂവ്മെന്റ് കൂടിയാണ് വിജയം. 4. ചെറിയ തുടക്കത്തെ ഒരിക്കലും വില കുറച്ച് കാണരുത്. ഫ്യൂഷൻ ബുക്ക് ക്യാൻവ അല്ലായിരുന്നു, പക്ഷേ ഒരു ചെറിയ തുടക്കം വലിയ സ്വപ്നത്തിന് അടിത്തറയായി. 5. മറ്റുള്ളവർ കാണാത്ത ഭാവി നിങ്ങൾക്ക് കാണണം. ഒരു ഘട്ടത്തിൽ മറ്റുള്ളവർ പറഞ്ഞത് ഇത് നടക്കില്ല, അവൾ ചിന്തിച്ചത് ഇത് നടക്കും. അതായിരുന്നു വ്യത്യാസം. ഇന്നത്തെ ചലഞ്ച്. സുഹൃത്തുക്കളെ, ഇന്ന് ഒരു പേപ്പർ എടുക്കൂ. നിങ്ങൾ ഏറെ കാലമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എഴുതൂ. ഒരു ബിസിനസ്, ഒരു യൂട്യൂബ് ചാനൽ, ഒരു പുതിയ സ്കില്ല്, ഒരു പുസ്തകം, ഒരു പുതിയ ജോലി, എന്തുമാകാം. അതിൻ്റെ താഴെ എഴുതൂ, ഇത് ഞാൻ എന്തുകൊണ്ട് തുടങ്ങണം. പിന്നെ ഇന്ന് തന്നെ അതിൻ്റെ ആദ്യ ചെറിയ ചുവടെടുക്കൂ. വലിയ വിജയത്തിന് ആദ്യ ദിവസം തന്നെ വലിയ ചുവട് ആവശ്യമില്ല, ആദ്യ ചുവട് മാത്രം മതി. സുഹൃത്തുക്കളെ, മെലാനി പെർക്കിൻസിന്റെ കഥ നമ്മളോട് പറയുന്നത് 100 തവണ നോ കേട്ടാൽ 101ാമത്തെ തവണ യെസ് കിട്ടും എന്നത് മാത്രമല്ല, അതിലും വലിയ ഒരു പാഠമുണ്ട്. നിങ്ങൾക്ക് വരുന്ന ഓരോ നോയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ ആശയം ശരിയാണെന്ന് മാത്രം വിശ്വസിക്കരുത്, അത് കൂടുതൽ മികച്ചതാക്കാൻ തയ്യാറാകും. കാരണം ഒരു ദിവസം ലോകം നിങ്ങളോട് പറയുന്ന ഇത് നടക്കില്ല എന്ന വാക്ക് നിങ്ങളുടെ വിജയ കഥയിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമായി മാറിയേക്കാം. അതിനാൽ നോ കേട്ടാൽ നിർത്തരുത്. പഠിക്കൂ, തിരുത്തൂ, വീണ്ടും ശ്രമിക്കൂ, വീണ്ടും മുന്നോട്ട് പോകൂ. ഓർക്കുക, ഇതൊരു കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു ജീവിതമാണ്. നിങ്ങളുടെ ജീവിതവും ഒരു നാൾ മറ്റൊരാൾക്ക് പ്രചോദനമാകാം. ഞാൻ സജിത് നമ്പ്യാർ. ഇത് സ്പീക്ക് ടു ഇൻസ്പയർ വോളിയം 4. റിയൽ സ്റ്റോറീസ്, റിയൽ സക്സസ്, റിയൽ ഇൻസ്പിറേഷൻ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു യഥാർത്ഥ ജീവിതകഥയുമായി കാണാം. നന്ദി, നമസ്കാരം.